4 ഭാഗവും കഴിഞ്ഞ് നമ്മുടെ സിറ്റ് ഔട്ട് ഇട്ട്, അതായത് ഇപ്പോൾ ഗേറ്റ് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ തത്ത വന്ന് തൊലിച്ചു പോകുന്നുണ്ട്. തത്തയൊക്കെ ഇവിടെ അപ്പോൾ വലയൊക്കെ കെട്ടി ഇവിടെയൊക്കെ കെട്ടി ഫുള്ളായി. ലേശം. ഹലോ, അപ്പോഴേ നമ്മുടെ വലകെട്ടൽ ഒരു ഫുൾ വീഡിയോ കാണിക്കാം കുറച്ച് പേര് പറഞ്ഞിരുന്നു കേട്ടോ, ഇങ്ങനെ എന്തായി വലകെട്ടൽ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു, അതായത് ഇപ്പോൾ നമ്മുടെ 4 ഭാഗവും കഴിഞ്ഞ് നമ്മുടെ സിറ്റ് ഔട്ട് ഇട്ട്, അതായത് ഇപ്പോൾ ഗേറ്റ് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗേറ്റ് കെട്ടാനും അത് കെട്ടാൻ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് കേട്ടോ. ഏകദേശം ഇത് ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, അപ്പോൾ അങ്ങോട്ടും പോലും ഇങ്ങോട്ടും വരില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഇതും 2 ആണി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അടച്ചുറപ്പായി കേട്ടോ. 3 ഭാഗത്തും ഇങ്ങനെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ സംഭവം സെറ്റായി. രാത്രി ആയാലും പകലായാലും ഇനിയിപ്പോൾ ചെറിയ ജീവികളൊന്നും വരില്ല. പന്നിയൊക്കെ വന്ന് ഞാൻ പൊളിച്ച് കളഞ്ഞപ്പോൾ, പക്ഷേ നായയോ അല്ലെങ്കിൽ വേറെ പൂച്ചയൊന്നും അകത്ത് കയറാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ 4 ഭാഗവും ഇപ്പോൾ നമ്മുടെ വീട് ഇരിക്കുന്ന ഈ ഒരു പ്ലോട്ട് കംപ്ലീറ്റ് എന്താക്കി നമ്മൾ ഈ വലേൻ്റെ ഉള്ളിലാക്കിയിരുന്നു കേട്ടോ. കാണാൻ രസമല്ലേ നോക്കി. കുറച്ചടക്കണ്ട പൊറുക്ക. അപ്പോൾ വലയൊക്കെ കെട്ടി ഇവിടെയൊക്കെ കെട്ടി ഫുള്ളായി. ഇതിലെങ്ങനെ പോവും താഴെ വരെ. കോഴിക്കള് ഈ വല വരെ വരും അല്ലേ. അവർക്ക് നടക്കാൻ ചെനക്കി പറിക്കാനൊക്കെ അത്യാവശ്യം ഏരിയ ഉണ്ടായതുകൊണ്ട് കോഴികള് കുഴപ്പമില്ല കേട്ടോ, ഓടിട്ട് വരും. അതെ, പിന്നീട് പോവും. ഇതുവരെ ഉണ്ടല്ലേ നമ്മളെ ഇത് വല ഇവിടെ അവസാനിക്കും. അവസാനിക്കില്ല, ഇവിടെ ഇടരുണ്ട് പുഴയുടെ ഭാഗത്ത്. അങ്ങോട്ട് ഇറക്കിയിട്ടില്ല, അവിടെ ഇറക്കിയിട്ടില്ല. അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി വീണ്ടും സിറ്റ് ഔട്ടിക്ക് എത്തിട്ടോ. പാലെടുക്കാനാണ് ഇറങ്ങിയത്. ഇതിലെങ്ങനെ വന്ന് പോയി പാലെടുക്കണം. പാല് അവിടെ പോയി പാലെടുത്ത് തിരിച്ച് പിന്നെ ഇങ്ങനെ വരണം. അപ്പൊ ഡോറിടുണ്ടായിരുന്നേ ഇവിടെ എല്ലായിടത്തും ഡോറിട്ട പിന്നെ ഇറങ്ങാറ്. ഒന്നാമത് വാല മുറിക്കണേ, ഒന്നിച്ചുള്ള വാലല്ലേ. പണി കൂടുതലാണ് അല്ലേ. പയറ് ഒരു ഉപ്പേരിക്ക് പറിക്കാനായിരുന്നു. അപ്പൊ ഇന്നലെ തത്ത വന്ന് തൊലിച്ചു പോകുന്നുണ്ട്. തത്തയൊക്കെ അവിടെ പയറൊന്നും കിട്ടാല്ല തോന്നിപ്പോ. പറക്കാനൊന്നുമില്ല നമുക്ക്. എന്ത് രസമുണ്ട്. നമ്മള് മാത്രം കഴിച്ചപ്പോ പിന്നെ കഴിക്കട്ടെ.
പെട്ടെന്ന് കഴിച്ചതിന് ബാക്കി കേട്ടോ. കുരു എടുക്കൊടുത്തില്ല, ഫുൾ പറിച്ചല്ലേ? കുരൊക്കെ ഒരു തിന്ന് പോയി. ഇനി ഒരു ഇതായതൊക്കെ പറിക്കുക. നമുക്ക് കണ്ടൊന്നുമില്ല നിങ്ങൾ വന്നത്. ഇങ്ങനെ അടുക്കള ഭാഗത്തല്ലേ ഞാൻ ഇതൊക്കെ പറിച്ചിട്ട് ചെറുതൊക്കെ പറിച്ചിട്ട് നമുക്കൊരു ഉപ്പേരിക്കുള്ള ഉണ്ടാവില്ല ഏതായാലും. ഒരു ഉപ്പേരിക്കൊക്കെ ഉണ്ടാവും, ചെറിയൊരു ഉപ്പേരിക്ക്. ഇത് കാണാത്തത് കൊണ്ടാവും അല്ലേ? സൈസുള്ള പയറല്ല അത്യാവശ്യം. മീറ്റർ പയറോ പയറെന്നറിയാം. തിന്നുപോയി പോയാ കൊടുക്കാൻ നമുക്ക്. ഇതൊന്നും വരൂല ഇപ്പൊ. ഇങ്ങനെയാണെങ്കിൽ എന്നും വരുന്നറിയാം. വാലെന്തെങ്കിലും കട്ടണോ മോളിലോ? നിങ്ങൾ കാണിച്ചേ വേറെ. നല്ലൊരു ഉപ്പേരിക്കുണ്ടായിരുന്നു. നല്ല ഉപ്പേരി ചെറിയ ഉപ്പേരി ആക്കിയത് അത്തമാള്. പോയി കൊടുക്കാം. രാവിലെ എന്താ പരിപാടി അമ്മ? ലേശം ചെതല് കൊടുക്കും കുട്ടിയുടെ കുട്ടിയാക്കല്ലേ? ചെതല് തിന്നാ പെട്ടെന്ന് വളരുന്ന. താറാക്കുവാക്കൊന്ന് വെള്ളം തുറന്നു കൊടുത്തില്ലേ? തുറന്നു കൊടുക്കട്ടെ. കോഴിക്കളായാലും താറാവുകളൊക്കെ ഈ വാഴയുടെ ഇല ഉണ്ടോ നന്നായിട്ട് കഴിക്കും കേട്ടോ. തൂമ്പാണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴും അതിൽ നമുക്ക് എന്തൊക്കെ ഇടാണ്ടോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇലകൾ, അതായത് ചേമ്പിൻ്റെ ഇലയോ വാഴയുടെ ഇലയോ എന്തെങ്കിലുമൊക്കെ നമ്മളത് അരിഞ്ഞു കൊടുക്കും. പറയാതെ അങ്ങനെ തിന്നോളും. അത്യാവശ്യം പ്രോട്ടീനും വൈറ്റമിനൊക്കെ ഉള്ള സാധനമാണ് ഈ ഇല. വാഴേൻ്റെ ഇലയിലും ചേമ്പിൻ്റെ ഇല കഴിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ അളവ് കുറയ്ക്കാം, ചിലവ് കുറയ്ക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. ആദ്യമൊന്നും കഴിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ പതുക്കെ അവരെന്ത് ചെയ്യും കഴിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. കൊടുക്കുന്ന ആൾക്കാർ ആദ്യം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും കഴിക്കുമായിട്ടാണ്. പുതിയ ആളിപ്പോൾ അത്യാവശ്യം ബാക്കിയുള്ളതായിട്ട് കമ്പനിയൊക്കെ ആയിട്ടോ. ഒന്നിച്ച് നടക്കും കേട്ടോ. ഇവരൊക്കെ പുതിയ ആൾക്കാർ എന്നപോലെ എല്ലാവരും പരസ്പരം ഒപ്പം നടക്കും. രാവിലെ തന്നെ നല്ല കാറ്റാട്ടോ. വൃശ്ചിക മാസം തുടങ്ങി നല്ല തണുപ്പ് വന്നു.
നമ്മുടെ കുളത്തിലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് ഓഫ് ആക്കട്ടോ. അന്ന് ചിക്കുത്തൈൻ്റെ ഒപ്പം കിട്ടിയതാണ് പ്ലാവ്. ചക്ക 2 വർഷമായി ഉണ്ടാവുന്നു. അത് ഇപ്രാവശ്യം ആദ്യത്തതാണ്. അത്യാവശ്യം അധികം കായുണ്ടല്ലേ. ഇനി ഇത് കഴിഞ്ഞ ഒരു പ്രാവശ്യം കൂടി കായ്ക്കും. 2 പ്രാവശ്യം കായ്ക്കും ഒരു കൊല്ലത്തിന്. പഞ്ചായത്തിന് 3-ാം വർഷം കായ്ക്കുന്ന പ്ലാവ് അല്ലേ? അതാണ് കേട്ടോ. അത്യാവശ്യം കായുണ്ട്. ആ റംബൂട്ടാനോ അതിനോ കിട്ടുന്നില്ലതാ? റംബൂട്ടാനും ആ ചിക്കു ഇതാണ് ചിക്കു അടിയിൽ പോയി. ചിക്കു ഒരുപാട് വട്ടം അങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ ചിക്കു മാത്രം നമുക്ക് ശരിയായില്ല. റംബൂട്ടാൻ അത്യാവശ്യം വലുതായി. പ്ലാവ് പിന്നെ വലുതായിട്ട് നടക്കുന്ന നല്ല കായ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. അതിൻ്റെ മുളകൊക്കെ പറിക്കാനായില്ലമ്മ? പറിക്കാൻ ഞാൻ ആവശ്യം ഉണ്ടാവുമ്പോ വന്ന് പറിക്കലാണ്. വൈദ്യുതി കണ്ടോ അവിടെ? ചെറുത് ഇവിടെ എത്തി. ഇവിടുന്ന് ഇങ്ങനെ കെട്ടാൻ വേണ്ടി ഇവിടുത്തെ വാഴയൊക്കെ വെട്ടി പൊണ്ണം വാഴയുണ്ട്. ഇതൊക്കെ വെട്ടി കാട് പോലെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ടേ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് നിർത്തിയിട്ട് ബാക്കിയൊക്കെ കളഞ്ഞു. കൊറേ ഇവിടെ വെളിച്ചം വന്നു. ഇവിടെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കല്ലേ നമുക്ക് കെട്ടിട്ടൊക്കെ? കുരങ്ങന്മാർക്ക് സുഖമാണ് അതിൽ കൂടെ ഇറങ്ങാനേ. ഇതിലെങ്ങനെ വരും. പോരെ ഇത് ഇന്നലെ കാറ്റടിച്ചപ്പോഴേ പൊട്ടി വീണതാണ്. ഉപ്പേരിയൊക്കെ. മൈസൂർ എന്താണത്? പൂവൻ. ആ പൂവല്ലേ. ഉപ്പേരിയൊക്കെ ആയിട്ടുള്ളൂ അല്ലേ? ഉപ്പേരിയൊക്കെ കാറ്റടിച്ചിട്ട്. ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റാണ് രാവിലെ. ഈ വാഴക്കേനപ്പോ ഒരു വഴുതനങ്ങി ഉണ്ട്, അതും കൂടെ പറിക്കാം. വഴുതനങ്ങി കായ്ക്കും പയറും എല്ലേതും പാടെ ഉപ്പേരി. നമ്മളെ കോവല് പടർന്നു വരുന്നുണ്ട്. പന്തലുമൊക്കെ എത്തി. കോവല് പറിക്കണ വീഡിയോ ഒക്കെ ഇടാം. പൂവായിട്ടില്ല, പടർന്നു. തട്ടിക്കൂട്ട് പന്തലല്ലേ കോവക്കല്ല എന്താ പറയാ? കോവല്. കോവയ്ക്ക കോവല്. പന്തലിടാനേ അച്ഛനന്ന് വേണം ഇപ്പൊക്കെ ആവില്ല പന്തലിടാനൊന്നും. അന്നൊരു സുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ തന്നെ ഇട്ടു പന്തല്. ഇത് വന്നിട്ട് ആരാ? ഇത് അച്ഛൻ റെഡിയാക്കി തന്നു. മുളകൊക്കെ വെച്ചിട്ടില്ലേ? അത് എന്ത് കയ്പങ്ങ? നാടൻ കയ്പങ്ങ. ഇന്നലെ വെട്ടിയൊരു വാഴ കേട്ടത്. അപ്പൊ അതിന്റെ ചുറ്റോറാണ് താറാവുകളും കോഴികളൊക്കെ. വാഴേന്റെ പിണ്ടിയും നല്ല ഇഷ്ടമാണ് അവർക്ക്. ഫുഡ് കൊടുക്കുമ്പോഴും കൊടുക്കൂട്ടോ. വാഴപ്പിണ്ടി പിണ്ടിത്തണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു കൊടുക്കും. വളരേശം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ റിലേറ്റീവ്സിനെയാണ് അവരുടെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. എന്താണ് അപ്പൊ അമ്മ ഉച്ചക്ക് എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത്? രാവിലെ കുറച്ച് പയറും വഴുതനങ്ങയും വാഴയ്ക്കും ഉപ്പേരി. ഉപ്പേരി. പിന്നെ കുമ്പളത്തിൻ്റെ താളിപ്പ്.
അതായിരുന്നു ഇല കിട്ടിയപ്പോൾ ഇത് നമ്മളവിടെ പോസ്റ്റ് കൂടെ അങ്ങനെ പടന്നിട്ടില്ലേ. പിന്നെ മീൻ വറുത്തതും ഇങ്ങനെ വൈകുന്നേരത്തെ ഉച്ചക്കുള്ളത് അല്ലേ. ഇന്നത്തെ വിഭവങ്ങൾ.